فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما فلا وربك അതേ താങ്കളുടെ രക്ഷിതാവിനെ കൊണ്ട് തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ അവർ സത്യവിശ്വാസികളാകുന്നതല്ല. ഹത്താ യുഹക്കിമൂക താങ്കളെ വിധികർത്താവാക്കുന്നത് വരെ ഫീമാ ശജറ ബൈനഹും അവർക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ താങ്കളെ വിധികർത്താവാക്കുന്നത് വരെ ثم لا يجدوا في أنفسهم ശേഷം അവരുടെ മനസ്സുകളിൽ അവർ എത്തിക്കാത്തത് വരെയും ഹറജൻ ഒരു ബുദ്ധിമുട്ടും മിമ്മാ ഖദൈത് താങ്കളുടെ വിധിയിൽ നിന്നും ഒരു ബുദ്ധിമുട്ടും എത്തിക്കാത്തത് വരെയും വയുസല്ലിമു തസ്ലീമാ താങ്കൾക്ക് അവർ പരിപൂർണമായി അനുസരിക്കുന്നത് വരെയും അവർ സത്യവിശ്വാസികളാകുന്നതല്ല. ഈ പരിശുദ്ധമായ ആയത്ത് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ മർമ്മത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മനുഷ്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുമുണ്ടാകും. അതുപോലെ മനുഷ്യൻ്റെ ആഗ്രഹവും ശരീഅത്തിൻ്റെ ആഗ്രഹവും പലപ്പോഴും വ്യത്യസ്തമായി വരാനും സാധ്യതയുണ്ട്. ഈ സന്ദർഭങ്ങളിൽ ഒരു വിശ്വാസിയുടെ സമീപനം എന്തായിരിക്കണം? അള്ളാഹു പറയുന്നു, വിശ്വാസിയുടെ സമീപനം പടച്ചവനെയും പ്രവാചകനെയും പരിപൂർണമായി അംഗീകരിക്കുന്ന, ഉൾക്കൊള്ളുന്ന ഒരു സമീപനമായിരിക്കണം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഇസ്ലാം എന്നത് നിർബന്ധിച്ച് ബാഹ്യമായി ആരെയെങ്കിലും കൊണ്ട് വല്ലതും ചെയ്യിക്കുന്നതിൻ്റെ പേരല്ല. ഇന്ന് ചില തൽപര കക്ഷികൾ ഇസ്ലാം പോലും എതിർക്കുന്ന കാര്യങ്ങളെ ഇസ്ലാമിലെ വളരെ ഉന്നത വ്യവഹാരമായ ജിഹാദിൻ്റെ പേരിട്ട് പരിഹസിക്കാറുണ്ട്. ലവ് ജിഹാദ് എന്ന പേരിൽ വല്ലവരും പരസ്പരം പ്രേമിച്ച് അവരുടെ വഴി നോക്കുന്നതിനെ ഇസ്ലാമുമായി ബന്ധിപ്പിക്കാറുണ്ട്. എന്നാൽ ഇസ്ലാമിന് ഇത്തരം കാര്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. ആരെയെങ്കിലും കൊണ്ട് ബാഹ്യമായി നിർബന്ധിച്ച് മുസ്ലിമാക്കി എണ്ണം കൂട്ടേണ്ട ഒരു ഗതികേടും ഇസ്ലാമിനില്ല. ആരെയെങ്കിലും അടിച്ചും ഇടിച്ചും ദീനിലോട്ട് കൊണ്ടുവരേണ്ട ഒരവസ്ഥാവിശേഷവും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇസ്ലാം എന്നാൽ മനസ്സ് തുറന്നുകൊണ്ടുള്ള സമ്പൂർണമായ അനുസരണയാണ്. ആര് ആ അനുസരണ ഉൾക്കൊള്ളുമോ അവർ സത്യവിശ്വാസികളാണ്. ആര് ആ അനുസരണ സ്വീകരിക്കുകയില്ലയോ അവർ സത്യവിശ്വാസികളാകുന്നതല്ല. കാര്യം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ലാ യുഅ്മിനൂൻ അവർ സത്യവിശ്വാസികളാകുന്നതല്ല. ഹത്താ യുഹക്കിമൂക താങ്കളെ വിധികർത്താവാക്കുന്നത് വരെ
ഫീമാ ശജറ ബൈനഹും അവർക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ ഇതിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ് വിവാഹവും അതുപോലെ വൈവാഹിക പ്രശ്നങ്ങളും. വിവാഹം കടന്നു വരുന്നു. ഒരു ഭാഗത്ത് നാട്ടിലെ ആചാരങ്ങൾ, കുടുംബത്തിൻ്റെ ശൈലികൾ, ജനങ്ങളുടെ പ്രേരണകളെല്ലാം നയിക്കുന്നത് ജീവിത കാലഘട്ടത്തിൽ സമ്പാദിച്ച സമ്പത്തെല്ലാം ദൂർത്തടിക്കൻ, ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വാരിക്കോരി ചെലവഴിക്കൻ, എന്നിട്ട് മുഴുവൻ കല്യാണങ്ങളെയും വെല്ലുവിളിക്കുന്ന നിലയിൽ കല്യാണം നടത്തി. മറുഭാഗത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളുന്നു, ഏറ്റവും ഐശ്വര്യപൂർണമായ വിവാഹം ഏറ്റവും ചെലവ് കുറഞ്ഞതാണ്. ഈ സമയത്തൊരു സത്യവിശ്വാസി പ്രവാചകന്റെ നിർദ്ദേശത്തെ മനസ്സു തുറന്ന് അംഗീകരിക്കുന്നതാണ്. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت. ഇതുപോലെ വിവാഹത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നു. അള്ളാഹു നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. 1000 തിന്മകളുടെ കവാടമാണ് വൈവാഹിക പ്രശ്നങ്ങൾ തെറ്റായ നിലയിൽ കൈകാര്യം ചെയ്യുക എന്നത്. ശരിയായ നിലയിൽ കൈകാര്യം ചെയ്യുന്നതിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും കൂലി ലഭിക്കുകയും ചെയ്യും. എന്നാൽ നേരത്തെ പറഞ്ഞ കുടുംബത്തിൻ്റെയും നാടിൻ്റെയും നാട്ടുകാരുടെയും പ്രേരണയ്ക്കനുസരിച്ച് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നു, ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നു. ഈ സമയത്ത് ആദരവായ റസൂലിൻ്റെ വിധി എന്താണ്? ആ വിധിയെ അംഗീകരിക്കണം. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖദൈത്. ശേഷം ആദരവായ റസൂൽ എന്താണ് വിധിക്കുന്നത്? അതിൽ യാതൊരുവിധ മാനസിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനും പാടില്ല. ഇവിടുന്ന് മനസ്സിലാക്കണം, ഒരു കാര്യത്തെപ്പറ്റി പറയപ്പെടുമ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നു, അതിനുശേഷം ആ ബുദ്ധിമുട്ടിനെ പതുക്കെ പതുക്കെ മാറ്റുന്നു. ഈ ബുദ്ധിമുട്ട് ഈ ആയത്തിന് കീഴിൽ പെടുന്നതല്ല. രാവിലെ നല്ല ഉറക്കത്തിലാണ്, ഈ സമയത്ത് അള്ളാഹുവിൻ്റെ വിളി വരുന്നു, നമസ്കരിക്കാൻ വരിൻ. രാത്രി ക്ഷീണിച്ച് വന്ന് കടന്നതാണ്, കുറച്ച് ബുദ്ധിമുട്ട് വരുന്നു, പക്ഷേ പതുക്കെ എഴുന്നേറ്റ് നമസ്കരിക്കുകയും അതിനുശേഷം ആ ബുദ്ധിമുട്ട് മാറ്റുകയും ചെയ്യുന്നു. അൽഹംദുലില്ലാ, പടച്ചവനെ നിനക്ക് സ്തുതി, എനിക്ക് നിസ്കരിക്കാൻ സാധിച്ചല്ലോ. അതുപോലെ തന്നെ വൈവാഹിക പ്രശ്നങ്ങൾ വല്ലതും വരുന്നു. ഈ സമയത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന, റസൂലുള്ളാഹിയുടെ കൽപ്പന, ഇതുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരുടെ തീരുമാനം മനസ്സിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതിനുശേഷം അതിനെ അംഗീകരിക്കുന്നു. ഇത് ഇൻഷാ അല്ലാഹ് ഇതിൽ പെടുന്നതല്ല. ഒരു രോഗിക്ക് കൈപ്പേറിയ മരുന്ന് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ആരംഭത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, പിന്നീട് പതുക്കെ മനസ്സിലാക്കും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ പ്രയോജനത്തിന് വേണ്ടിയാണ്. ഈ നിലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു, അതിൽ പണ്ഡിതന്മാരുടെ വിധി നമുക്കെതിരായി. ഈ സമയത്ത് അള്ളാഹുവിൻ്റെ പക്കലാണ് എല്ലാ കാര്യങ്ങളുമുള്ളത്. ഞാൻ ബാഹ്യമായി ബുദ്ധിമുട്ടുന്നൊരു കാര്യം പടച്ചവൻ അതിൻ്റെ ഉള്ളിൽ വലിയ നന്മകൾ വെച്ച് കാണും എന്ന് വിശ്വസിച്ച് അതിനെ പതുക്കെ പതുക്കെ അംഗീകരിക്കുന്നു, ഉൾക്കൊള്ളുന്നു.
പടച്ചവൻ്റെ അനുഗ്രഹത്താൽ അതിൻ്റെ പേരിൽ പിടികൂടപ്പെടുന്നതല്ല. എന്നാൽ വേറെ ഒന്നുണ്ട്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബാങ്ക് കൊടുത്തപ്പോൾ ബാങ്കിനോട് ദേഷ്യം, നമസ്കാരത്തോട് ദേഷ്യം, നമസ്കരിക്കുന്നവരോട് പുച്ഛം, നമസ്കരിക്കാതിരുന്നതിനെ വലിയ മിടുക്കായിട്ട് കാണുന്നു. അതുപോലെ വിവാഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഒരു തീരുമാനം വന്നപ്പോൾ അതിനെ എതിർക്കുന്നു, അതിനെ നിന്ദിക്കുന്നു. എന്ത് ദീനെന്നാ പറയുന്നത്? എവിടത്തെ തലാക്കാണ്? എവിടത്തെ ഖുൽആണ്? ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് നിന്ദിക്കുകയും നിസ്സാരപ്പെടുത്തുകയും ചെയ്ത് ധിക്കാരത്തിൻ്റെ സമീപനം സ്വീകരിക്കുന്നതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. പരിപൂർണമായി അനുസരിക്കുകയും വേണം, പരിപൂർണമായി അംഗീകരിക്കുകയും വേണം. അല്ലാഹു തആല നമുക്ക് ഈ ഗുണം നൽകുമാറാകട്ടെ. ജീവിതത്തിൻ്റെ തള്ളലുകൾക്കിടയിൽ പലപ്പോഴും ഈ കാര്യം ആളുകളിൽ നിന്നും കൈവിട്ടു പോകുന്നു. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇസ്ലാമിക വിശ്വാസങ്ങളെപ്പോലും സംശയിപ്പിക്കുന്ന പ്രവണതകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളുന്നു, ലോകാവസാനത്തിന് തൊട്ടു മുമ്പ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്ത് നിന്നും ഇറങ്ങുന്നതാണ്. ഇവിടെ നല്ല ഭരണം കാഴ്ചവെക്കുന്നതാണ്. ഈ ലോകം മുഴുവനും നീതിയുടെയും ന്യായത്തിൻ്റെയും പൂങ്കാവനമായി മാറുന്നതാണ്. ഇവിടെ ഒരു ഭാഗത്ത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ വചനം ഭയങ്കര ആശ്വാസമാണ്. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്ന പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും വേലിയേറ്റങ്ങൾക്കിടയിൽ ഒരു ആശ്വാസത്തിൻ്റെ തുരുത്തായി മാറും. ഈ ദർസുൽ ഖുർആനെല്ലാം നടത്തുന്നത്, ഈ മസ്ജിദുകൾക്കും മദ്രസകൾക്കും വേണ്ടി പരിശ്രമിക്കുന്നത്, പ്രബോധന പ്രവർത്തനങ്ങൾ സഹോദരിമാർ ചെയ്യുന്നത്, ഇതിൻ്റെ എല്ലാ ഫലം ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും ഉണ്ടാകും. ഈമാനിൻ്റെ മാർഗം. മറ്റൊന്ന്, ഇതെനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ, പ്രത്യേകിച്ചും ഖാദിയാനികളുടെ പ്രചാരണങ്ങളുമായി ബന്ധപ്പെട്ട് സംശയത്തിലായി, തെറ്റിദ്ധാരണയിലായി, അവസാനം നിഷേധിക്കുന്നൊരവസ്ഥയിലോട്ട് പോയി. ഈ സൂറത്തിൽ തന്നെ അതിൻ്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് പിന്നീട് വരുന്നതാണ്. എങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം 2000 വർഷമായി ആകാശത്ത് താമസിക്കും, എങ്ങനെയായിരിക്കും ഇറങ്ങി വരിക? അതൊന്നും എന്നെക്കൊണ്ട് അംഗീകരിക്കാൻ പറ്റുകയില്ല. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയ കാര്യമാണോ, അരുളിയെന്ന് ഉറപ്പായോ, പിന്നീട് അതിൽ യാതൊരു സംശയവുമില്ല. മനസ്സിലാകട്ടെ മനസ്സിലാകാതിരിക്കട്ടെ, അതിനെ ആരെങ്കിലും നിഷേധിക്കുന്നു, സ്ഥിരപ്പെട്ടൊരു കാര്യത്തെ നിഷേധിക്കുന്നു, ദീനിൽ നിന്ന് പുറത്താകും. വളരെയധികം സൂക്ഷിക്കണം. അതുകൊണ്ട് ഈ ആയത്ത് ശ്രദ്ധിക്കാൻ. യഥാർത്ഥ വിശ്വാസിയാകണമോ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപൂർണമായി അംഗീകരിക്കണം, ഉൾക്കൊള്ളണം. വയുസല്ലിമു തസ്ലീമാ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.